എൻ്റെ പൊന്നളിയ നമ്മളൊരു ചെറിയ പരിപാടിയായിട്ട് വന്നേക്കുവാണ്. വേറൊന്നുമില്ല, നമ്മളൊരു ദിവസം എങ്ങനെയാണ് വന്ന് പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോമ്പ് കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ എണീക്കേണ്ടതുണ്ട്. സോ രാവിലെ എണീറ്റ് അത്താഴം കഴിഞ്ഞ് നമുക്ക് നേരെ പള്ളിക്ക് വെച്ച് പിടിക്കാം. പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് ഉസ്താദിൻ്റെ ഒരു ചെറിയ ക്ലാസ്സും കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. കാര്യം നമുക്കിന്ന് ഒരുപാട് പണിയുള്ളതാണ്. നമ്മളെ ഫസ്റ്റ് പരിപാടി ഹോഴ്സ് റൈഡിങ്ങാണ്. നമ്മൾ എന്ന് റൈഡ് പോകത്തില്ല. എൻ്റെ അവളുടെ മൂഡ് സെറ്റാണെങ്കിൽ മാത്രമേ നമ്മൾ റൈഡ് പോകും. ഇന്ന് ഞാൻ നല്ല മൂഡിലാണ് ഉള്ളത്, പക്ഷേ അവളുടെ മൂഡ് അത്ര ശരിയല്ലെന്നാണ് തോന്നണം. എന്നാലും നമ്മൾ പോവും, ഇല്ലേ കഥയ്ക്കൊരു ഗുമ്മ വരത്തില്ല. അങ്ങനെ നമ്മളവൾക്ക് ബ്രൈഡിലോട്ട് സാഡിലെല്ലാം ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? സവാരി അറിയാന്ന് പറഞ്ഞു. കുതിരയ്ക്ക് സവാരി അറിയാലോ, നമുക്കറിയില്ലെങ്കിലും. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങളിതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നമുക്ക് പെട്ടെന്ന് പോകണം. കാര്യം പോണ പോക്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പയ്യനവിടെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അവൻ കൊച്ചിന് ദോശ ഇട്ടുണ്ടെന്ന് അവനെ വിളിച്ച് വെളിയിറക്കിയിരിക്കണം. കയ്യിൽ ചട്ടവും കാണും, അതുകൊണ്ട് പെട്ടെന്ന് പോവാം. ഓടി അവളെ ഊപ്പാടുള്ളത് എൻ്റെ പറഞ്ഞിറങ്ങി നടക്കാം. എന്നാൽ പിന്നെ നടക്കാമെന്ന് ഞാനും വിചാരിച്ച്. ഈ നടത്തം സ്ഥിരമുള്ളതാണ്. കാര്യം അണ്ടർകുണം പഞ്ചായത്തിൽ ഇച്ചിരി പച്ചപ്പുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കും. ഇതിലിപ്പോൾ രണ്ടുണ്ട് ഗുണം. നമ്മളെ വായനോട്ടം നടക്കും, അവളെ വിശപ്പം മാറും. അവളെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വിടാം. ഇതിൻ്റെ മേലെ ഇരിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്, പക്ഷേ ഇരിക്കാൻ അത്ര സുഖമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് ഇടയ്ക്കൊരു റെസ്റ്റ് എനിക്കും നല്ലതാണ്. ഇനി അവളുടെ ഓട്ടത്തിന് ഇച്ചിരി പവർ കൂടുതലായിരിക്കും. കാര്യം പോണ വഴിയിൽ ഒരു കടയിൽ നിന്നൊരു ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇനി അവിടെ ചെല്ലുമ്പോഴേ അവൾ നിൽക്കൂ. ആ കട അവധിയാണെങ്കിൽ ഞാൻ പെട്ട്. ബിസ്ക്കറ്റ് തിന്നാതെ അവൾ വരത്തില്ല. എന്നും കൂടെ ക്യാമറമാനൊന്നും കാണത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുത്തനെ പൊക്കിയതാണ്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇറങ്ങി പോടാ പുല്ലേ എന്നുള്ള മട്ടിലാണ് അവളെ വരവ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ബെല്ലൈക്കനും കൂടെ അടിച്ചങ്ങ് പൊട്ടിച്ചിരാ. ബാക്കി വണ്ണെടുത്ത് വെച്ച് കാണാം.